ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ശ്രീനാരായണ ധർമ്മം നമ്മൾ പഞ്ചശുദ്ധി അതിൽ നാലാമത്തെയാണ് നമ്മൾ ഇനി നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഒരാളുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. അത് സന്യാസത്തെക്കുറിച്ചാണ്. അപ്പോൾ സന്യാസത്തെക്കുറിച്ച് ഉള്ള ചോദ്യം ഇപ്പോൾ നമുക്ക് ഇവിടെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ അവസാനം നമ്മുടെ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പോൾ സന്യാസത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്നേരം പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ പഞ്ചശുദ്ധിയെക്കുറിച്ചുള്ളത് നമുക്ക് ഒന്ന് നോക്കി പോയതിന് ശേഷം അവിടെ കുറച്ച് വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറയാം. വെറുതെ ഒരു റിപ്പീറ്റേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ ശുദ്ധിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയത്. സാമാന്യമായിട്ട് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഗുരു നമുക്ക് വളരെ ഭംഗിയായി അത് പറഞ്ഞു തരികയുണ്ടായി. അടുത്തതിനകത്ത് ഇന്ദ്രിയ ശുദ്ധിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പറയുന്നു, അപ്രിയാർത്ഥേഷു അപ്രവൃത്തിർ അപീഡനമലാളനം അയുക്ത സംസ്തവൈശ്ചൈദേഹി ശുദ്ധിരിന്ദ്രിയ പഞ്ചകം. അപ്രിയാർത്ഥേഷു ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അപ്രവൃത്തി പ്രവർത്തിക്കാതിരിക്കുക, അപീഡനം പീഡിപ്പിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക, അലാളനം ലാളിക്കാതിരിക്കുക, അയുക്ത സംസ്തവ ച യോഗ്യമല്ലാത്തവയെക്കുറിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? സ്തുതിക്കാതിരിക്കുക. ഏതൈഹി ഇവയാൽ ഇന്ദ്രിയ പഞ്ചകം ശുദ്ധ്യതി. ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ ഇന്ദ്രിയ പഞ്ചകം 5 ഇന്ദ്രിയങ്ങൾ എന്താവും? ശുദ്ധ്യതി, ശുദ്ധമായി തീരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക, അതുപോലെ അതിനെ പീഡിപ്പിക്കാതിരിക്കുക, ലാളിക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത സ്തുതികളൊക്കെ നടത്താതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കർമ്മേന്ദ്രിയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 10 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊതുവെ ഇതിനെ രണ്ടിനെയും ബാധിക്കുന്നതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെ കൂടി ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് ആവശ്യമാണ്. അപ്പോൾ അത് മനസ്സും അതുപോലെ നമ്മുടെ സംസ്കാരവും അതിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കത് പറഞ്ഞപ്പോൾ വളരെ എളുപ്പത്തിൽ തീർന്നു. പക്ഷേ അത് സംഭവിക്കാതിരിക്കുന്നത് നമ്മുടെ ദുര്യോധനൻ പറയുന്ന പോലെയാണ്. ജാനാമി ധർമ്മം, എനിക്ക് ധർമ്മത്തെക്കുറിച്ച് അറിയാം, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അധർമ്മത്തെക്കുറിച്ചും എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുന്നില്ല എന്ന് വ്യാസൻ അവിടെ പറയുന്നുണ്ട്. ദുര്യോധനൻ എന്നൊരു കഥാപാത്രത്തിലൂടെ ഒരു വലിയൊരു മെസ്സേജ് വ്യാസൻ തന്നിരിക്കുകയാണ്. അപ്പം നമുക്കും പലർക്കും അങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. നമുക്ക് പലതും അറിയാം, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത്ര ശക്തമായിട്ടുള്ള
ഒരു ഒരു ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തള്ളലുണ്ടാകുന്നത്. മറ്റൊരാളെ ഉപദ്രവിക്കരുത് എന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ അറിയാതെ ഉപദ്രവിച്ചു പോവുകയാണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി, അല്ലേ? പ്രത്യേകിച്ച് നമ്മളൊരു അധികാര സ്ഥാനത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ ആ അധികാരത്തിൻ്റെ ആ തലത്തിൽ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരായി തീരുകയാണ്. നമ്മുടെ ഇഷ്ടം കൊണ്ടല്ല, അത് നിയമം അങ്ങനെ ആയിപ്പോയി. ഈ വ്യക്തിപരമായിട്ടാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ആ സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അതും എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സംസ്കാരം, അങ്ങനെ ഒരു കർമ്മം ശക്തമായിട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളിലൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയം കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരാളോട് ദേഷ്യപ്പെടരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാവും. അല്ലെങ്കിൽ ഒരാളോടല്ല, നമുക്ക് പൊതുവേ മറ്റൊരാളെ ഉപദ്രവിക്കരുത്, ദേഷ്യപ്പെടരുത് എന്നൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ വരുമ്പോഴോ ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടു പോകും. ആ ദേഷ്യം നമുക്ക് ദേഷ്യത്തിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടെങ്കിലോ അത് നമ്മുടെ ഉള്ളിൽ തട്ടിയുള്ള ദേഷ്യമായിരിക്കില്ല. അത് നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള ദേഷ്യമായിരിക്കും, അതൊരു അഭിനയമായിരിക്കും. പക്ഷേ ഉള്ളിൽ തട്ടിയുള്ള ദേഷ്യമാണെങ്കിലോ അതിന് ഒരുപാട് എനർജി നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും അസൂയപ്പെടണ്ട എന്ന് വിചാരിക്കുമ്പോഴും ചിലരോട് നമുക്ക് അസൂയ തോന്നുന്നുണ്ട്. അതിന് കൃത്യമായൊരു കാരണം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ, അറിവ് ഉപയോഗിച്ച് കഴിയുമ്പോൾ, അത് ദേഷ്യപ്പെടുന്ന കാര്യത്തിലായാലും ശരി, അസൂയയുടെ കാര്യത്തിലായാലും ശരി, കുശുമ്പിൻ്റെ കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലും അവിടെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? അറിവ്, ആ വിഷയത്തെക്കുറിച്ച്, ആ സംഭവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുള്ളൂ. അറിവില്ലാതെ നമുക്ക് അതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുമ്പോഴും ഈ ഒരു വിഷയം വളരെ ശക്തമാണ്. അപ്പോൾ അറിവ് ഉപയോഗിച്ച് മാത്രമേ ഈ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുടെ കർമ്മങ്ങളിൽ നമുക്ക് വെളിയിൽ വരാൻ പറ്റുള്ളൂ. അതുപോലെ അലാളനം, ലാളിക്കാതിരിക്കുക. നമ്മളിപ്പോൾ കുട്ടികളെയൊക്കെ ആവശ്യമില്ലാതെ ലാളിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ തന്നെ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മനസ്സിൽ വെച്ച് ലാളിക്കുമ്പോഴോ അത് അപകടമാണ്. നമ്മൾ സങ്കല്പങ്ങൾ, ഒരുപാട് സങ്കല്പങ്ങൾ, ഒരുപാട് ലാളനകൾ, അതൊക്കെ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് ഒക്കെ ഇരിക്കുമ്പോഴോ അവിടെ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ മാത്രമല്ല ജ്ഞാനേന്ദ്രിയങ്ങൾ കൂടി അതിനകത്ത് ഭാഗഭാക്കാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സും, അതിനോടൊപ്പം നമ്മുടെ പൂർവജന്മ സംസ്കാരവും. അതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ അറിവ് കൊണ്ടുവരിക എന്നാണ്. നമ്മുടെ യുക്തിയുക്തം, അല്ലേ? ശരിക്കും യുക്തി നമ്മളവിടെ പ്രയോഗിക്കണം. നമ്മുടെ അനുഭവത്തെ നമ്മൾ വിശകലനം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചേർന്ന് വരണം. അവിടെ നമുക്ക് ശ്രദ്ധ, അവയർനെസ് ഒക്കെ നമുക്ക് കൊണ്ടുവന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഇന്ദ്രിയങ്ങളെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നമുക്ക് ശുദ്ധമാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെയോ അയുക്ത സംസ്ഥവ ചെയ്വ ച ഏതൈ. അപ്പോൾ യോഗ്യമല്ലാത്തതെ സ്തുതിക്കാതിരിക്കുക. നമ്മൾ പലപ്പോഴും സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷ ജനങ്ങളും എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്. അപ്പോൾ സ്തുതി പറഞ്ഞാൽ അതിൽ വീഴാത്തവരാരുമില്ല. അപ്പം നമ്മൾക്ക് പലപ്പോഴും ഈ സ്തുതിപാഠകന്മാരെ നമുക്ക് വലിയ ഇഷ്ടമാണ്, നമ്മളെ സ്തുതിച്ച് പറയുന്ന. അപ്പോൾ ഒരിക്കലും ഞാൻ
ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിൻ്റെ സംഘാടകർ എന്താണ് അവിടെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ കാര്യമൊക്കെ പറയാതെ എന്നെ ആവശ്യമില്ലാതെ സ്തുതി പറയുകയാണ്. എനിക്കില്ലാത്ത ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ അവർ പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ സ്തുതിക്കാനല്ല ഇവിടെ കൂടിയിരിക്കുന്നത്. എനിക്ക് ഈ വക ഗുണഗണങ്ങളൊന്നുമില്ല. നമ്മൾ ഗുരുവിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാതെ എന്നെ സ്തുതിച്ചതുകൊണ്ട്, എന്നെ പൊക്കി പറഞ്ഞതുകൊണ്ട് എനിക്കെന്ത് നേട്ടം? ഞാൻ കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നുള്ളതല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു നേട്ടമില്ല, കോട്ടമാണുള്ളത്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച്, വരുംവരായികളെക്കുറിച്ച് അറിഞ്ഞുകൂടെങ്കിലോ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് എന്നെ സ്തുതിച്ച് പറഞ്ഞില്ല, പൊക്കി പറഞ്ഞില്ല. അത് അപകടത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരാളെ ആവശ്യമില്ലാതെ സ്തുതിക്കുന്നതും നമ്മളെ ഒരാൾ ആവശ്യമില്ലാതെ സ്തുതിക്കുന്നതും കാണുമ്പോൾ അത് എന്തു ചെയ്യണം? നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചോളണം. അവൻ എന്തെങ്കിലും കാര്യം നേടാനുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ച് ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ കുടുക്കിൽ പോയി ചാടും. പലപ്പോഴും പലരെയും ഇങ്ങനെ കുടുക്കിക്കൊണ്ട് ചാടിക്കുന്നത് ഈ സ്തുതിയാണ്. ദേവന്മാർ പോലും സ്തുതി പറഞ്ഞിടുമെങ്കിൽ അനാരതം മുദിതരാകും അശേഷജനങ്ങൾ. അശേഷജനം എന്ന് പറയുന്നത് ദേവന്മാരെ കുറിച്ചാണ്. അപ്പോൾ ദേവന്മാർ പോലും ഈ സ്തുതിയിൽ സംപ്രീതരാവാണ്. അപ്പോൾ നമ്മൾ ദേവതാസ്തുതികളൊക്കെ നോക്കിക്കഴിയുമ്പോൾ എല്ലാ ദേവതകളെയും നമ്മൾ സ്തുതിക്കുകയാണ്. അവരെ അങ്ങനെ അങ്ങ് പൊക്കി 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 കൊണ്ടുപോവാണ്. അങ്ങനെയാണ് അവർ നമ്മളോട് സംപ്രീതരാകുന്നത്. അപ്പോൾ ആ ഒരു ശീലം നമ്മളിപ്പോൾ ഗവൺമെൻറ് ഓഫീസിലായാലും ശരി, നമുക്ക് എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൈക്കൂലി കൊടുക്കുന്നു. അതുപോലെ നമ്മൾ പ്രൈവറ്റ് ഫേമിലായാലും ശരി, എവിടെയൊക്കെ ആയാലും ഈ കൈക്കൂലിയും സ്തുതി പാടലും ഒക്കെ എന്താണ്? ഇപ്പോൾ സ്തുതി പാടിയാൽ മാത്രം പോരാ, നമ്മൾ പൈസയും കൂടി കൊടുത്താൽ മാത്രമേ കാര്യം കാണാൻ പറ്റുള്ളൂ. അതും അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരു പറയുന്നു, യോഗ്യമല്ലാത്തവയൊന്നും നമ്മൾ സ്തുതിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത് നമുക്ക് അപകടമാണ്. പ്രത്യേകിച്ച് ആധ്യാത്മികമായിട്ട് പോകുന്ന ആളുകളെ സ്തുതിച്ചു കഴിഞ്ഞാൽ, സ്തുതിച്ച് ആ രീതിയിലേക്ക് അവരെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ ഒരുപക്ഷെ ആദ്യമൊക്കെ അതിനകത്ത് വലിയ താല്പര്യം പ്രകടിപ്പിച്ചെന്ന് വരില്ല. പക്ഷെ നിരന്തരമായിട്ട് കൂടെയുള്ള ആളുകൾ സ്തുതിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവരും അറിയാതെ വിചാരിച്ചു പോകും, എനിക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, എനിക്ക് എന്തൊക്കെയോ, ഞാൻ വലിയ ആളാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകും. എന്തു പറ്റുന്നു? അതോടുകൂടി നമ്മളുടെ വളർച്ച മുരടിക്കുന്നു. ആധ്യാത്മികമായിട്ടുള്ള ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റാതെ വരുന്നു. അവിടുന്ന് തലയും കുത്തി നമ്മൾ താഴേക്ക് വീണ് നശിച്ചു പോവുകയാണ്. ഇന്ന് വരെയുള്ള അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് എപ്പോഴും എന്തു ചെയ്യണം? വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഒരാളെ നമ്മൾ പുകഴ്ത്തി പറയാൻ. നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അത് സൂക്ഷിച്ചോളണം. നമ്മളെ രണ്ട് ചീത്ത വിളിച്ചാലും യാതൊരു പ്രശ്നമില്ല, അത് നല്ലതാണ്. കാരണം നമ്മളെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ അഹങ്കാരം കുറയും. നമ്മൾ കുറച്ച് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കും, എന്തിനാണ് അവൻ ചീത്ത വിളിച്ചത്. വിവേകമുള്ളവൻ മാത്രമേ അങ്ങനെ നോക്കത്തുള്ളൂ. വിവേകവും നശിച്ചു പോയാലോ അത് ചീത്ത വിളിക്കുന്നവനെ എങ്ങനെ കൊല്ലാൻ നോക്കും എന്ന് ശ്രമിക്കും. അങ്ങനെയല്ല വേണ്ടത്. എപ്പോഴും വിമർശനം, ആരോഗ്യകരമായിട്ടുള്ള വിമർശനം നമ്മളെപ്പോഴും സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വളർച്ച നടക്കുകയുള്ളൂ. സ്തുതി ഒരിക്കലും നമ്മൾ ചെവിക്കൊള്ളരുത്. അത് നമുക്ക് എപ്പോഴും അപകടമേ വരുത്തി വെക്കും. അതുകൊണ്ട് ഈ പറയുന്ന അയുക്ത സംസ്ഥവ ച എന്ന് പറയുന്ന യോഗ്യമല്ലാത്തവയെ സ്തുതിക്കാതിരിക്കുക എന്നുള്ളത് രണ്ടു കൂട്ടർക്കും ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും ഈ ഇന്ദ്രിയങ്ങൾ എന്തു ചെയ്യുന്നത്? ശരിക്കും ശുദ്ധമാകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ വെറുതെ നമ്മൾ സൂത്രത്തിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെ
ശുദ്ധമാക്കാനായിട്ട് സാധ്യമല്ല എന്ന് തിരിച്ചറിയുക. എവിടെയെങ്കിലും പോയി അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതെങ്കിലും ദേവാലയങ്ങളിലും ഒക്കെ പോയി നമ്മൾ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ ചുളുവിൽ നമുക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ ശുദ്ധമാക്കാമെന്ന് അങ്ങനെ ആരും വ്യാമോഹിക്കണ്ട. നമ്മൾ സ്വയമായിട്ട് ജോലി ചെയ്യണം. അവനവൻ ജോലി ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ജോലി ചെയ്ത് നമ്മളൊരു വലിയ പാടുപെട്ടൊക്കെ വരുമ്പോഴായിരിക്കാം നമ്മളെ പിടിച്ച് വലിച്ച് താഴേക്കിടാൻ വേണ്ടി ആളുകൾ. അപ്പോൾ ശ്രേയാംസി ബഹുവിഘ്നാനി എന്ന് പറയുന്നുണ്ട്. ശ്രേയസിലേക്കുള്ള മാർഗത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മൾ നോക്കിയിരുന്നാൽ മാത്രമേ, അത്രയ്ക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ പഞ്ചശുദ്ധി കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ പിന്നെ ഒരു ക്ഷേത്രത്തിലും പോകണ്ട, ഒരു ഗ്രന്ഥവും പഠിക്കേണ്ട, ഒരു പുണ്യ സങ്കേതങ്ങളിലും പോകണ്ട. തീർച്ചയായിട്ടും നമ്മുടെ ഗുരു നമ്മുടെ മുൻപിൽ തന്നെ വരും എന്നുള്ളതാണ്. കാരണം എന്താണ്? അത്രയും ശുദ്ധമായിട്ടുള്ള മനസ്സും ഹൃദയവും ഉള്ളവനെ ഗുരു നേരിട്ട് വന്ന് തന്നെ അവന് സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളും ഈ ഗുരു പറഞ്ഞ 5 ശുദ്ധി നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ദുഃഖങ്ങൾ നമുക്ക് ഇത്രയും കാണുന്നത്. അല്ലാതെ അത് വേറെ ഒരു ദൈവത്തിനെയോ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഈ രീതിയിലുള്ള അറിവ് നമുക്ക് വന്നാൽ മാത്രമേ ആ തിരിച്ചറിവ് നമുക്ക് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് ശരിക്കും ത്യാഗമുണ്ടാകുന്നത്. ത്യാഗേനൈവ അമൃതത്വമാനശുഹു. ത്യാഗം കൊണ്ട് മാത്രമാണ് അമൃതത്വം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് മഹർഷിമാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചശുദ്ധി എന്ന് പറയുന്നത് വലിയൊരു ത്യാഗം ആണ്, ഒരു തപസ്സാണ്. അത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. ബാഹ്യമായിട്ടുള്ള ശുചിത്വമൊക്കെ നമുക്ക് എളുപ്പമാണ്. കുളിക്കുകയും കൈ കഴുകുകയും കാല് കഴുകുകയും വസ്ത്രം ശുദ്ധീകരിക്കുകയൊക്കെ എളുപ്പമാണ്. പക്ഷേ ആന്തരികമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ ഒക്കെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഓർത്തിരിക്കുക. ഇത് ശുദ്ധമാക്കാത്തത് കൊണ്ടാണ് ഇത്രമാത്രം ജന്മങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടത്. ഇനി അങ്ങോട്ടുള്ള ജന്മം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവനവൻ ജോലി ചെയ്യണം. ഇതിനകത്ത് ആർക്കും, എനിക്കോ ഗുരുവിനോ മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരെയും, നിങ്ങളെന്ന് മാത്രമല്ല എന്നെ ഉൾപ്പെടെ, നമുക്ക് ആർക്കും അങ്ങനെ മറ്റുള്ളവരുടെ സഹായം, ഗുരുവിനൊക്കെ ഇതിങ്ങനെ പറഞ്ഞു തരാം, ഇങ്ങനെയൊക്കെയാണ്, ആ ഒരു സഹായം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെയുള്ള ജീവൻ മുക്തരായിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മൾ കുറച്ച് പോയി സേവിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം കുറച്ച് മാറിക്കിട്ടും. കാരണം ഇടയ്ക്കിടയ്ക്ക് അവർ നല്ല അടി തരുമ്പോൾ നമ്മുടെ അഹങ്കാരത്തിന് ഏൽക്കുന്ന അടികളുണ്ട്. പക്ഷെ അത് ഞാൻ നന്നാകാനാണ് എന്ന് എനിക്ക് തോന്നണം. അത് എന്നെ കുറ്റം പറയാൻ അങ്ങോരാരാണ് എന്ന് ചോദിച്ചാലോ അവിടെ പോയി. അപ്പം നമ്മൾ രക്ഷപ്പെടുത്താൻ വരുന്ന ഗുരുവിനെ തിരിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, നമുക്കറിഞ്ഞുകൂടാതെ ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങനൊരു അഹങ്കാരമല്ല നമുക്ക് വേണ്ടത്. ഒരു നല്ല ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗുരു പറയുന്നത് ശിരസാ വഹിച്ചുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് നമ്മുടെ അഹങ്കാരത്തെ, ഗുരു നമുക്ക് നല്ല അടി തരുന്നതിൻ്റെ കാര്യം വാക്കുകൊണ്ടോ കൈകൊണ്ടോ വടികൊണ്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മളെ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയല്ലാത്തതുകൊണ്ടാണ്. അത് നമുക്ക് നന്നാകാൻ വേണ്ടിയാണെന്നുള്ള ആ ഒരു അറിവ് വേണം. അഹങ്കാരത്തെ നമ്മൾ മാറ്റി നിർത്തുക. അഹങ്കാരം എപ്പോഴും നമ്മളെ പടുകുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. ഇനിയോ ഗൃഹത്തെക്കുറിച്ചുള്ള ശുചിത്വമാണ്. അന്തസൂര്യാംശു സമ്പാദ ശുദ്ധവായു സമാശ്രയ അശുചി ദ്രവ്യനിഷ്കാസ സർവതോ നിത്യമാർജനം പര്യന്തേ മൂത്രവിഷ്ടാദേ
അനുത്സർഗ സുഗന്ധിഭിः സായം പ്രാതർ ധൂപനം ച ഗൃഹശുദ്ധി കരാണിഷഡ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അന്തർഭാഗം, വീടിൻ്റെ ഉൾഭാഗം, സൂര്യാംശ സമ്പാദ, എന്താണ്? സൂര്യപ്രകാശം കടക്കുന്നതായിരിക്കണം. ശുദ്ധവായു സമാശ്രയ, അതുപോലെ ശുദ്ധവായു കടക്കുന്നതായിരിക്കണം. അശുചി ദ്രവ്യനിഷ്കാസ, പിന്നെ ചീത്തയായിട്ടുള്ള സാധനങ്ങളെ ഉപേക്ഷിക്കണം, മാറ്റണം, സർവദാ എല്ലായിടത്തും. നിത്യമാർജനം, എന്താണ്? നിത്യവും അടിച്ച് വൃത്തിയാകണം, തൂത്ത് വൃത്തിയാകണം. പര്യന്തേ, വീടിൻ്റെ പരിസരങ്ങളിൽ. മൂത്രവിഷ്ടാദേഹി, എന്താണ്? മലമൂത്ര വിസർജനം. അനുസർഗ, എന്താണ്? ഇല്ലാതിരിക്കുക. സായം പ്രാത, രാവിലെയും വൈകിട്ടും. സുഗന്ധിഭിഹി, സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട്. ധൂപനം ച, പുകയ്ക്കണം. ഷഡ് ഗൃഹശുദ്ധി കരാണി, ഇവ 6 ഗൃഹശുദ്ധിക്ക് ഏറ്റവും ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൂടുതൽ അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ അന്തർഭാഗം സൂര്യപ്രകാശം കടക്കുന്നതാണോ? ശുദ്ധവായു പ്രവേശിക്കുന്നതാണോ? ചീത്തയായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടോ? വീട്ടിൽ എല്ലാ ദിവസവും എല്ലാ മുറിയും അതുപോലെ എല്ലാ പരിസരവും നമ്മൾ അടിച്ചു വൃത്തിയാക്കുന്നുണ്ടോ? പരിസരങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരവും നമ്മൾ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് വീട് പുകയ്ക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഗുരുദേവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇത്രയും നമ്മൾ ആധുനികരായിട്ടില്ല. പക്ഷെ ഇത്ര ആധുനികരായിട്ടും ഈ കാര്യങ്ങൾക്ക് എന്നും പ്രസക്തി ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് വികസനം വന്ന് നമ്മുടെ വീട് വാതിലും ജനലും ഒക്കെ നമ്മൾ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്ലാറ്റ് സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് സൂര്യപ്രകാശം വീട്ടിനകത്ത് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗ്രാമങ്ങളിലും സൂര്യപ്രകാശം ഏൽക്കുന്ന വീടിൻ്റെ മുറികൾ ഇന്ന് കുറവാണ്. ശുദ്ധവായു കടന്നു പോകാനായിട്ട്, വന്ന് കയറി പോകാനായിട്ട് നമ്മളാരും വീടിൻ്റെ ജനലും വാതിലും ഒന്നും തുറന്നിടാറില്ല. പ്രത്യേകിച്ച് AC വച്ചിരിക്കുന്ന വീടുകളാണെങ്കിൽ ഒരു കാരണവശാലും ജനലും തുറക്കത്തില്ല, വാതിലും തുറക്കത്തില്ല. കാറിൽ സഞ്ചരിക്കുമ്പോഴും AC ഇട്ട് പോകുമ്പോൾ നമ്മുടെ ഗ്ലാസ് താത്താൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ സുഖസൗകര്യങ്ങൾ നമ്മൾ കൂട്ടാൻ നോക്കിയപ്പോൾ ശുദ്ധമായിട്ടുള്ള പലതിനെയും നമ്മൾ വെളിയിൽ നിർത്തിയിരിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ ശുദ്ധമാകുക? വീടിനകത്ത് എല്ലാം ദിവസവും തൂത്ത് വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുറേയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും, മിക്കവാറും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഗൃഹശുദ്ധി എന്ന് പറയുന്നതിനകത്ത് ഈ അഴുക്ക് പിടിച്ച സാധനങ്ങൾ, അതൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളത് കൊണ്ട് എത്രയോ ദിവസങ്ങളാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഓരോ സാധനങ്ങൾ. അതെല്ലാം ശുദ്ധമായിട്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ശുദ്ധമാക്കാൻ, ഇപ്പോൾ സിറ്റികളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീടിൻ്റെ പരിസരത്ത് അവർ മലമൂത്ര വിസർജനം ഉണ്ടാവില്ല. പക്ഷേ ഗ്രാമങ്ങളിൽ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. വീടുകളിൽ നമുക്ക് ബാത്റൂം ലാട്രിൻ ഉണ്ടെങ്കിലും അവിടെ പോകാതെ പുറത്ത് കാര്യം സാധിക്കുന്ന ആളുകൾ ഭൂരിഭാഗമുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുൻപ് സൂചിപ്പിച്ചതാണ്, എങ്കിലും ഗുരു ഇത്ര എടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിച്ചതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസവും സൗകര്യങ്ങളും നമ്മൾ വർദ്ധിപ്പിക്കുമ്പോഴും ഈ വക കാര്യങ്ങളിൽ നമ്മൾ വളരെ പിന്നോക്ക അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിതിന് എന്താണൊരു പരിഹാരം?
ഇപ്പം നമുക്ക് രാത്രിയോ പകലോ വാതിൽ നമ്മൾ അടയ്ക്കേണ്ടി വരും. ജനൽ തുറന്നിടാൻ പറ്റാതിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഒന്ന്, മോഷ്ടാക്കളെ നമ്മൾ പേടിച്ചിട്ടാണ്. കാരണം ജനൽ തുറന്നിട്ടാലും അതിലും വഴി അടിച്ചു മാറ്റും പലതും ആൾക്കാർ. അപ്പം നമുക്ക് ശുദ്ധമായിട്ടുള്ള വായു, നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അന്തരീക്ഷം വളരെ മലിനമാണ്. അപ്പോൾ ശുദ്ധമായിട്ടുള്ള വായു ഒന്നും കിട്ടാനില്ല. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ പബ്ലിക് പ്ലേസുകളിൽ, പൊതുസ്ഥലങ്ങളിൽ നമ്മളുടെ യൂറിനൽസ് നമുക്ക് ഒക്കെ വളരെ മോശമായ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രെയിനിൽ ഒക്കെ നമ്മൾ വളരെ മോശമാണ്. എന്തുകൊണ്ടാണ് ഇവിടങ്ങളിലൊക്കെ നമ്മളിത് മോശമായിട്ട് ഉപയോഗിക്കാൻ കാരണം? ഇപ്പോൾ ഇവിടെ ഗുരു പറയുന്ന ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ വീടും പരിസരവും നമ്മൾ ശുദ്ധമായിട്ട് ഈ മലമൂത്ര വിസർജനം ചെയ്യാതെ ആണ് ആ രീതിയിൽ നമ്മൾ മോശപ്പെടുത്താതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെളിയിൽ നമ്മൾ പോകുമ്പോഴും പറ്റും. അപ്പോൾ നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ വീടിൻ്റെ ബാത്റൂം ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ബാത്റൂമിലിരിക്കുന്ന ബക്കറ്റ്, ഉദാഹരണം പറയാണ്, അതുകൊണ്ട് ആർക്കും വിഷമം തോന്നണ്ട, ആ ബക്കറ്റൊന്നും എത്രയോ നാളുകളായിട്ട് കഴുകിയിട്ടുണ്ടാവില്ല. അതിനകത്ത് എണ്ണയും മറ്റുള്ള അഴുക്കുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും കുളിച്ചൊക്കെ പോകുന്നുണ്ടാവും. ഈ ഭിത്തികളിലൊക്കെ സോപ്പും അതിൻ്റെ അഴുക്കും ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ടാവും. എല്ലാവരും കുളിക്കുന്നതാണ്. പക്ഷേ ആരും ആ ഭിത്തിയൊന്നും തേച്ച് കഴുകാറില്ല. ഈ ബക്കറ്റ് നമ്മൾ തേച്ച് കഴുകാറില്ല. അതുപോലെ ഇതൊക്കെ ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, വീട്ടിലെല്ലാവരുടെയും ഒരേപോലത്തെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഗുരു പറഞ്ഞിരിക്കുന്ന ഈ പഞ്ചശുദ്ധി, പ്രത്യേകിച്ച് ഗൃഹശുദ്ധി, യാതൊരു മടിയും വിചാരിക്കാതെ, അതിനകത്ത് യാതൊരു ആലസ്യവുമില്ലാതെ, അലസതയില്ലാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പറ്റണം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യണം. നമ്മൾ ആരും മിടുക്കന്മാരല്ല. തീർച്ചയായിട്ടും ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ കുടുംബവും വരുന്ന തലമുറയും ഒക്കെ രക്ഷപ്പെടും. അതുകൊണ്ട് ഗൃഹശുദ്ധി എന്ന് പറയുന്നത് ഗൃഹസ്ഥ ആശ്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ ഗൃഹസ്ഥ ആശ്രമത്തിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. ആ കുഞ്ഞുങ്ങളുടെ സംസ്കാരം രൂപപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കൾ ഈ വക കാര്യങ്ങളിൽ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ 5 പ്രധാനപ്പെട്ട ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഗൃഹത്തിൽ നിന്ന് ആദ്യം അവൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവൾ പഠിക്കേണ്ടത്, അവരെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കുവാനുള്ള ഒരവസരം വന്ന് കിട്ടിയിരിക്കുകയാണ്. ഇതാരോടും ബോധിപ്പിക്കേണ്ട കാര്യമല്ല. ഇപ്പം ഞങ്ങളൊക്കെ പല സ്ഥലത്തും പോകുന്നവരും പലരെയും കാണുന്നതാണ്. പല ഗൃഹങ്ങളിലും ചില സമയത്ത് താമസിക്കേണ്ടി വരും. ഭക്തന്മാർ നിർബന്ധിച്ച് താമസിപ്പിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടങ്ങളിൽ കാണുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഇതുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ ഇപ്പോഴും ഇനിയും ആളുകൾ മാറേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് മാറാം. എവിടെയാണ് പോരായിക എന്നുള്ളത് അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് അതൊന്ന് നോക്കുക.
തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ബാക്കി കുറച്ചും കൂടിയുണ്ട്, അത് നമുക്ക് നാളെ പഠിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.